ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ദിവസമായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എനിക്കും ഇവിടെ വളരെയധികം സുഖം. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. എന്തിനാണെന്നറിയണ്ടേ? നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ ടോപ്പിക് എന്താണ്? റെന്റൽ ഹോംസ് അല്ലെങ്കിൽ എയർ ബി എൻ ബി ആയിട്ട് നിങ്ങളുടെ വീട്ടിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇന്റീരിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങളിൽ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് 2 വീടെങ്കിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ? അപ്പം ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് യു, 2 വീട്ടിന്റെ ഹൗസ് ഓണേഴ്സ് ആയതുകൊണ്ട്. അപ്പൊ നമുക്കിപ്പോൾ ടോപ്പിക്കിലോട്ട് പോകാം അല്ലേ? റെന്റൽ ഹോംസ് അല്ലാന്നുണ്ടെങ്കിൽ എയർ ബി എൻ ബി ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇന്റീരിയേഴ്സ് ചെയ്യണം? രണ്ടും രണ്ടാണല്ലേ? അപ്പൊ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് തന്നെ ഞാൻ ഇതിനെ പറഞ്ഞു പോവാം. ഇപ്പൊ ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ റെന്റൽ ഹോംസ് എന്താണ്, എയർ ബി എൻ ബി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ? അപ്പൊ റെന്റൽ ഹോംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വീട് വാടകയ്ക്ക് ജസ്റ്റ് കൊടുക്കുകയാണ്, അഗ്രിമെന്റ് എഴുതി വാടകയ്ക്ക് കൊടുക്കുകയാണ്. പക്ഷെ എയർ ബി എൻ ബി ആണെങ്കിൽ ഫേഴ്സ്റ്റ്ലി ഞാൻ പറഞ്ഞോട്ടെ, ഇത് എയർ ബി എൻ ബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ മോസ്റ്റ്ലി ഞാൻ ഒരു ബ്രാൻഡ് എടുത്ത് ഞാൻ പറയുവാണ്. അതുപോലെ വേറെയും കുറെ കമ്പനീസ് ഇപ്പം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാവുന്നത് എയർ ബി എൻ ബി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ എയർ ബി എൻ ബിയുടെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിന് അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യാം. ഹോട്ടൽ ബുക്കിംഗ് പോലെ തന്നെ നമ്മുടെ വീട്ടിനെ അവർ ഇത്രയും ദിവസത്തേക്ക് ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു പേയിങ് ഗസ്റ്റ് അല്ല, പക്ഷെ മോർ ലൈക്ക് ഹോട്ടൽ സെറ്റപ്പ് ആണ്. പക്ഷെ ഒരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ നോർമൽ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയാണ്. ഇതാണ് ഇതിന്റെ രണ്ടിന്റെയും ഒരു ഡിഫറൻസ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊരു ഹൗസ് ഓണർ എന്നുള്ള രീതിക്ക് രണ്ടിനും നിങ്ങൾക്ക് ഇന്റീരിയേഴ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ എത്ര ഇന്റീരിയേഴ്സ് ചെയ്യണം, ഹൗ മച്ച് ഇസ് ടു മച്ച് ഓർ ഹൗ മച്ച് ഇസ് ടു ലിറ്റിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ റെന്റൽ ഹോംസ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി താമസിക്കുന്ന ഒരു വീട്ടിനെ നമ്മൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് മറ്റൊരു വീട്ടിലോട്ട് നമ്മൾ മൂവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മേടിച്ചിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് കുറച്ച് ഇന്റീരിയേഴ്സ് ചെയ്യണമല്ലോ. താമസിക്കാൻ വരുന്നവര് ഒരു പ്രോപ്പർ ജീവിതം ജീവിക്കാനായിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പൊ ഒരു പ്രോപ്പർ ലൈഫ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കബേർഡ്സ് വേണ്ടിയിരിക്കുന്നു, ഗീസേഴ്സ് വേണം, ഫാന് വേണം, ലൈറ്റ് വേണം അല്ലെ? അതേപോലെ കിച്ചണിൽ അവർക്ക് അത്യാവശ്യം നല്ല സ്പേസും സ്റ്റോറേജും ആവശ്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പം എത്ര ഇന്റീരിയേഴ്സ് ആണ് ഒരു റെന്റൽ ഹോമിന് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തു കൊടുക്കാനുള്ളത് എന്നുള്ളതിന് ഒരു ഡിസ്കഷൻ നമുക്കിവിടെ ആവാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റെന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ അത് കൂടാണ്ട് ഒരുപാട് എൻ്റെ ക്ലയൻസിന് വേണ്ടി ഞാൻ റെന്റൽ ഹോംസ് ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ പരിചയം കൊണ്ടുമാണ്. നമ്മൾ റെന്റൽ ഹോംസിൽ കണ്ടമാനം ഇന്റീരിയേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ചെയ്യുന്ന ഇന്റീരിയേഴ്സ് വൃത്തിയായിട്ട് ലോങ് ടേം ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിലും എസ്തെറ്റിക്കലി കാണാൻ ഭംഗിയുള്ള കുറച്ച് നമ്മളുടെ കോൺസെൻട്രേഷൻ ശ്രദ്ധ അതിൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കാണാൻ കുറച്ച് നല്ല ഭംഗിയായിട്ടും ഇരിക്കും. അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയാം. 100 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു കോംപ്ലക്സിലാണ് നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ അറ്റ് എ ടൈം ഒരു 10 അപ്പാർട്ട്മെന്റ് ആണ് റെന്റിന് ഉള്ളത്, അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഈ 10ൽ ഒരു 5 അപ്പാർട്ട്മെന്റ് എങ്കിലും ഈ വരുന്ന ടെനന്റ് ജസ്റ്റ് ഒന്ന് കയറി കാണും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടേത് ചൂസ് ചെയ്യണം? ഇപ്പൊ 10 എണ്ണം ഉള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് നമ്മളുടേത് അവർ ചൂസ് ചെയ്യും? ബിക്കോസ് കാണാനായിട്ട് കുറച്ചുകൂടെ വൃത്തിക്ക് ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാം, വൗച്ച് ചെയ്യാം, നിങ്ങളുടേത് തന്നെ അവർ ചൂസ് ചെയ്യും. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ഇട്ട് ജസ്റ്റ് കാട്ടിക്കൂട്ടി ഒരുപാട് ആൾക്കാർ ഇന്റീരിയേഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു മൈനസ് എന്താന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ 1-2 കൊല്ലത്തിൽ മാറിപ്പോവാൻ വളരെ ഹൈ പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങൾ വളരെ ലോ ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് റെപ്പിറ്റേറ്റീവ് ആയിട്ട് റിപ്പയർ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. സോ ചുരുക്കം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ബേസിക് ആയിട്ടുള്ള ലൈറ്റുകളും ഫാനും ട്യൂബ് ലൈറ്റ് മാത്രമല്ല കേട്ടോ, ഷെയ്ഡ്സും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ കാണാനായിട്ട് ഒരു ലുക്ക് ഉണ്ടായിരിക്കും. പറ്റുമെങ്കിൽ അതിൽ കേർട്ടൻ റോഡ്സ്, ഓഫ് കോഴ്സ് കേർട്ടൻ റോഡ്സ് അടിക്കണം. പക്ഷെ സാധിക്കുമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കേർട്ടൻസ് ഇടുകയാണെങ്കിൽ കാണാനായിട്ട് ഒരു ലുക്ക് ഉണ്ടാവും. വീട് പൂട്ടി അടച്ചിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കേർട്ടൻ ഇടുവാണെങ്കിൽ കണ്ടമാനം വെയിൽ വന്നിട്ട് ഇന്റീരിയേഴ്സ് ഒന്നും കണ്ടമാനം ഡാമേജും ആകാതിരിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള കിച്ചണിലെ സ്റ്റോറേജും ക്യാബിനറ്ററി വർക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കണം. കൗണ്ടർ ടോപ്പ് വൃത്തിയുള്ളത്, കണ്ടമാനം എക്സ്പെൻസീവ് പോട്ട് സ്റ്റോൺ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഗ്രാനൈറ്റ് ആണെങ്കിലും മതിയാകും. പക്ഷെ ചെയ്യുന്ന കാര്യം ഇൻസ്റ്റലേഷൻ വളരെ വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യണം.
അങ്ങനെ വരുമ്പം സീപ്പേജ് വരാതിരിക്കും. അപ്പോൾ സിങ്കിൽ നല്ല പണി അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങളുടെ കിച്ചൺ കേടാവാൻ സാധ്യതയുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലീൻ ചെയ്താലും നന്നായിട്ട് കിടക്കത്തേ ഉള്ളൂ. അഥവാ വളരെ മോശമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടെനന്റ് വന്നാൽ കൂടി നിങ്ങൾ നല്ലൊരു ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ പഴയ പടിക്ക് നല്ല ഫ്രഷ് ആകും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ബേസിക് ആയിട്ടുള്ള പ്ലൈ ആൻഡ് ലാമിനേറ്റ്, നല്ല നല്ല ലാമിനേറ്റ്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള ലാമിനേറ്റ് യൂസ് ചെയ്ത് നല്ല വാട്ടർ പ്രൂഫ് വാട്ടർ റെസിസ്റ്റൻറ്റ് പ്ലൈ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കിച്ചൺ ചെയ്താൽ മതിയാകും. പക്ഷേ കുറച്ച് നല്ല ലൈറ്റിങ്ങും നല്ല വൃത്തിക്ക് ചെയ്യുവാണെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് അവരും അത് അവിടെ ജീവിക്കുന്നതല്ലേ, അപ്പോൾ അവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. എഗെയിൻ കബേർഡ് വന്നിട്ട് വളരെ ചീപ്പ് മെറ്റീരിയൽ ഇടാണ്ട് നല്ല ക്വാളിറ്റി, നല്ല അത്യാവശ്യം സ്റ്റോറേജോടുകൂടി നല്ല സോളിഡ് ആയിട്ട് 2 വാർഡ്രോബ്, 2 ബെഡ്റൂം ആണെങ്കിൽ 2 വാർഡ്രോബ് കൊടുക്കുക വിത്ത് ലോഫ്റ്റ്. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ടി വി യൂണിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് ടി വി യൂണിറ്റ് കൊടുക്കണോ ഷൂ റാക്ക് കൊടുക്കണോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വാടക നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഷൂ റാക്കും കാര്യങ്ങളും അവർ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും, അത് മേടിച്ച് വെക്കത്തേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ കണ്ടമാനം കോംപ്രമൈസ് ചെയ്യാതെ നല്ല വൃത്തിക്ക് ചെയ്താൽ തന്നെ ഒരുപാട് കാലം നിങ്ങൾക്ക് അത് ലാസ്റ്റ് ചെയ്യും. 10-15 ഇയേഴ്സ് ഇന്റീരിയേഴ്സ് ലാസ്റ്റ് ചെയ്യും, നല്ല വാടകയും കിട്ടും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം, എയർ ബി എൻ ബി. ഫസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എയർ ബി എൻ ബി എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്? ഹോട്ടലിൽ വേണമെങ്കിൽ പോയി നിൽക്കാം ആൾക്കാർക്ക് അല്ലേ. പക്ഷേ നമ്മുടെ സിറ്റിയിൽ വിസിറ്റ് ചെയ്യുന്ന ഒരാൾ എയർ ബി എൻ ബിയിൽ നിൽക്കുകയാണെങ്കിൽ പ്രോബബ്ലി ലോങ് ടേം ആയിട്ട് നിൽക്കാനും പിന്നെ ഒരു വീട്ടിൻ്റെ ഒരു സെറ്റപ്പ് ആവശ്യപ്പെട്ടിട്ടായിരിക്കും മിക്കവാറും പേര് വരുന്നത്. മാത്രമല്ല ചിലർക്ക് കുറച്ചുകൂടി ചീപ്പർ ഓപ്ഷൻ തേടിയായിരിക്കും വരുന്നത്, ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിനായിരിക്കും, പിന്നെ കിച്ചൺ സ്പേസ് നല്ലതുപോലെ വേണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. ഒരു ലോങ് ടേം ആയിരിക്കാം, അല്ലെ കുക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് താമസിക്കുന്നവർക്ക് അവർക്ക് മൈക്രോവേവ് വേണം, പിന്നെ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം. ഇങ്ങനത്തെ ആൾക്കാരാണ് യൂഷ്വലി എയർ ബി എൻ ബി പ്രിഫർ ചെയ്യുന്നത്. അതല്ലാതെ ചീപ്പർ ഓപ്ഷൻ നോക്കിയിട്ടും ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ഡിപ്പെൻസ് ഓൺ എത്ര വലിയ സ്പേസ് ആണ് നമ്മളുടെ എന്നുള്ളതനുസരിച്ച്. ഇപ്പോൾ എയർ ബി എൻ ബിന് നമ്മൾ പല രീതിയിൽ കൊടുക്കാം. ഓൾറെഡി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു നിങ്ങളുടെ സ്പേസ്, ഒരു വീടോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അതുപോലെ കൊടുക്കാം. അതല്ല നിങ്ങൾ നിങ്ങളുടെ സ്പേസിനെ കുറച്ചുകൂടെ ഗെറ്റപ്പ് നന്നാക്കിയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് എയർ ബി എൻ ബി ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചോ അത് നല്ലതാണെന്നോ അങ്ങനെയൊന്നും ഞാൻ വൗച്ച് ചെയ്യുന്നില്ല, ബിക്കോസ് അതല്ല നമ്മളുടെ ഇവിടുത്തെ വിഷയം. പക്ഷേ ഇറ്റ്സ് ഓൺലി ദ ഇന്റീരിയേഴ്സ്. എയർ ബി എൻ ബി എന്ന് പറയുന്നത് നമ്മൾ റെന്റിന് കൊടുക്കുന്ന പോലെ നമുക്ക് വീട് അതേപോലെ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. എന്തുകൊണ്ടാണ്? ഒബ്വിയസ്ലി ഇതൊരു സീരിയസ് ബിസിനസ് ആണ്. മീൻസ് ഇതൊരു ഹോട്ടൽ സെറ്റപ്പ് പോലെയാണ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുക. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണുള്ളത്, ആ സ്പേസ് അനുസരിച്ച് ഫേർണിഷ്ഡ് ആയിരിക്കും. നോട്ട് ഓൺലി ഇപ്പോൾ കിച്ചനോ അല്ലെങ്കിൽ വാർഡ്രോബ്സോ അത് സ്റ്റോറേജ് സ്പേസ് മാത്രമല്ല കൂടാണ്ട് ഒരു വീട് എങ്ങനെയിരിക്കും അതുപോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ലോവർ ബഡ്ജറ്റ് ഉള്ള ഒരാൾക്ക് സോഫ, ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് വേണ്ടിയിരിക്കുന്നു. അതിൻ്റെ നടുക്കൊരു സെന്റർ ടേബിൾ കൊടുക്കുക, ടി വി കൊടുക്കേണ്ടി വരും. ഒരു വീട്ടിൽ പോയിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ വേണ്ടി വരും. എന്നിട്ട് ലൈറ്റ്സ്, ഫാന്, കേർട്ടൻസ്, എ സി നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കാശ് കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് എന്താണ് ലൊക്കേഷൻ, എന്താണ്, എത്ര ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്, ഇത് ഈ റീസെർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിൽ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് ചിലവാക്കണോ, പിന്നെ ലൊക്കേഷൻ എന്താണ്, എത്ര ഫാസ്റ്റായിട്ട് അത് പോകുമോ അതിനനുസരിച്ചിട്ട് വേണം ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്യാൻ. ശകലം പൈസ കൂടുതൽ ഇറക്കിയാലും സാരമില്ല, പക്ഷേ ഇൻ കേസ് ഇഫ് യുവർ റെന്റൽ ഡബിൾസ് അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട്, ഒരു 50% എങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് ഓരോ പെർ ഡേ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ യു ഹാവ് ടു ഇൻവെസ്റ്റ് വെൽ. അതേപോലെ നമുക്ക് ബെഡ്റൂംസിലാണെങ്കിൽ ആവശ്യത്തിന് സ്റ്റോറേജ്, ബെഡ്ഷീറ്റ്സ് വേണം, പില്ലോസ് ആവശ്യമുണ്ട് അല്ലേ, മാട്രസ്, കട്ടില്, കേർട്ടൻസ്, മേ ബി ചിലർ ബെഡ്റൂംസിലും ടി വി കൊടുക്കാറുണ്ട്. വലിയ ബെഡ്റൂംസ് ആണെങ്കിൽ അപ്പോൾ സൈഡിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ലൈറ്റ്സ്, ലാംപ് ഷെയ്ഡ്സ്, നൈറ്റ് സ്റ്റാൻഡ്, ഇതെല്ലാം പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതേപോലെ ബാത്റൂംസിലും ആവശ്യത്തിന് ടോയ്ലറ്ററീസ് വെക്കുക, ടവൽസ് പ്രൊവൈഡ് ചെയ്യണം. നല്ലൊരു 3 സ്റ്റാർ ഹോട്ടൽ തൊട്ട് അങ്ങോട്ട് നമുക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് കിട്ടുന്നത് അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇന്റീരിയേഴ്സ് എന്ന് പറയുമ്പം ബാത്റൂംസിലാണെങ്കിലും മിറേഴ്സ് കൊടുക്കുക, മിറർ ലൈറ്റിങ്സ് കൊടുക്കുക, പിന്നെ അതേപോലെ കിച്ചണിൽ എല്ലാ തരത്തിലുള്ള കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ,
കുക്കിംഗ് എന്താണ്, നമുക്ക് മൈക്രോവേവ് വേണം, പിന്നെ എന്താ പറയുക, വെള്ളം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വെള്ളം വേണം, വാട്ടർ പ്യൂരിഫയർ ആവശ്യമുണ്ട്, അതുകൂടാണ്ട് ചിമ്നി ഹോബ് നമ്മൾ കൊടുക്കണം, ഗ്യാസ് സപ്ലൈ, സിമ്പിൾ ലുക്കിംഗ് ആയിട്ടുള്ള നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്, നല്ല ഷട്ടേഴ്സ് ഒക്കെ ഉള്ള സംഭവം കൊടുക്കുക. ആൻഡ് അതിന് ആവശ്യമുള്ള കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ, സ്പൂൺസ്, പ്ലേറ്റ്, ഫോർക്ക്, വെള്ളം തിളപ്പിക്കാനുള്ള കെറ്റിൽ, ചായ ഇടാനുള്ള സോസ് പാൻ, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഡൈനിങ് ഏരിയയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ചെയ്യാം. വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ചില ആൾക്കാർ, ഇപ്പം എസ്പെഷ്യലി ബാംഗ്ലൂരിൽ ഞാൻ എൻ്റെ കപ്പിൾ ഓഫ് നെയ്ബേഴ്സ് ഇങ്ങനെ Airbnb ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു അതായത് ഷോർട്ട് ടേം റെന്റൽസ് ആണെങ്കിലും, അതായത് ഒരു 2 to 3 months ആൾക്കാർ വന്ന് താമസിക്കും. ഇപ്പം അബ്രോഡിൽ നിന്ന് ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഡിഷ് വാഷറും ഒരു അത്യാവശ്യ കാര്യം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെയ്ഡിന്റെ ഫെസിലിറ്റി, എല്ലായ്പ്പോഴും ഒരു ഹെൽപ്പ് വന്നിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പോകുന്ന ഒരു ഫെസിലിറ്റി കൊടുക്കുക. സോ ഇന്റീരിയേഴ്സ് ഫോർ എൻ Airbnb ആൻഡ് ഇന്റീരിയേഴ്സ് ഫോർ എ റെന്റൽ ഹോം രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ Airbnb-യിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു മാർക്കറ്റ് റീസർച്ച് ചെയ്ത് അവിടെ എങ്ങനത്തെ ആൾക്കാർ വന്ന് താമസിക്കും, അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് യൂഷ്വലി വേണ്ടത് എന്നൊക്കെ അവരുടെ ചോദിച്ച്, ആ കമ്പനിയായിട്ട് ചോദിച്ച് മനസ്സിലാക്കി, ലൊക്കേഷൻ നല്ലതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഒരുപാട് ഫാൻസി ആയിട്ട് നമ്മളെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ എവിടെയൊക്കെ ഇതുപോലെ Airbnb-യിൽ നിന്നിട്ടുണ്ടോ, എല്ലാം വളരെ ഡീസെന്റ് ആയിട്ടുള്ള അമ്യൂണിറ്റീസ്, അതായത് ഉള്ള ഫെസിലിറ്റീസ് ഉള്ളിലുണ്ടാവും. പക്ഷെ എല്ലാം ഓവർ ഡൺ ആയിരിക്കില്ല. റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് അല്ലേ, ഫാമിലി ആയിട്ട്. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം ഇച്ചിരി ബഹളം വെക്കും, അഴുക്കാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടമാനം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്ലയൻസ് താമസിച്ചിട്ട് 1 week 2 weeks കഴിഞ്ഞിട്ട് പോയതിന് ശേഷം അത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഫർണിച്ചർ വേണം നമ്മൾ ഇടാനായിട്ട്. സോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. വളരെ സിമ്പിൾ ലൈൻസിൽ, ഒത്തിരി വൈറ്റ്, ഒത്തിരി ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാം യൂസ് ചെയ്യാണ്ട്, ഗ്രേ സോഫ, അല്ലെങ്കിൽ അധികം അഴുക്കാകാത്ത മെറ്റീരിയലുള്ള സോഫ, നിങ്ങൾക്ക് ഒരുപാട് മെയിൻ്റെനൻസ് വേണ്ടി വരത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓൺ ഇറ്റ്. സ്പെൻഡ് ഓൺലി ഫോർ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് ഒരാൾക്ക് വന്നാൽ ജീവിക്കാൻ പറ്റണം അവിടെ. ഇപ്പം നമ്മൾ ഹോട്ടലിൽ പോകുമ്പം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവിടെ പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റണം, നല്ല വൃത്തിയുള്ള ഷീറ്റ്സ് വേണം അല്ലേ, അതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആവശ്യങ്ങൾ. ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, സിമ്പിൾ, കാം ആയിട്ടുള്ള ഒരു ലൈറ്റിങ്ങും കൂടെ ഇടുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. വീഡിയോസ് ഇടുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു പോയി, ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ കോൺസെൻട്രേഷൻ എൻ്റെ ഇച്ചിരി പുറകോട്ടായി. എന്താണെന്നറിയോ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് മാത്രം ഇടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സമയം എടുക്കുന്നത്. ബിക്കോസ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. സോ ഐ റിക്വസ്റ്റ് യു ഓൾ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലോഡഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ അവൈലബിൾ ആകും എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരാം. സോ എനിവേസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ, ടേക്ക് കെയർ.